ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും തഥൈവ എന്ന് പറഞ്ഞ പോലെ മഹത്തായ രണ്ടാം ദിവസമാണ് കൺസോളിഡേഷൻ ഇല്ലേ. അപ്പോൾ ഇന്നലെയും ഇതുപോലൊക്കെ തന്നെ ആയിരുന്നു. എങ്ങോട്ടോ പോയി വീണ്ടും എവിടെയാണ് മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞ കണക്ക് എവിടുന്ന് തുടങ്ങിയോ അവിടെ തന്നെ വന്ന് മാർക്കറ്റ് നിന്നു. അപ്പോൾ 2 ദിവസത്തെ കൺസോളിഡേഷൻ കഴിഞ്ഞു. നാട്ടുകാരുടെ കാശ് മുഴുവൻ ഉരുകി തീർന്നു. സെല്ലേഴ്സ് പൈസ ഉണ്ടാക്കി. ഓക്കെ, എനിവേ ഈ മാർക്കറ്റിൽ ഒന്ന് രണ്ട് കാര്യം ഞാനിന്ന് ഗ്രൂപ്പിൽ ഓൾറെഡി പറഞ്ഞു. എനിക്ക് 1-2 കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇത് അനാലിസിസ് തുടങ്ങുന്നതിന് മുന്നേ ഉപദേശമാണെന്ന് വിചാരിക്കല്ലേ, പക്ഷേ നിങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. സ്കിപ്പ് ചെയ്യാൻ പോകുന്നവർക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. 1-2 കാര്യം എനിക്ക് പറയാനുണ്ട്. അതിനു മുന്നേ ഇത് ലൈക്ക് ഒന്ന് അടിച്ചേക്കണേ. കമൻറ്റ് ചെയ്യാനുള്ളൊരു കമൻറ്റ് ചെയ്യണം. അവസാനം ചെയ്താൽ മതി, ചുമ്മാ ചാടിക്കറി ആദ്യമേ ചെയ്യേണ്ട. പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം. ലൈക്ക് ഇപ്പോഴേ ചെയ്തോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാൻ 1-2 കാര്യം എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ആദ്യം ഇന്നലത്തെ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം അതിൻ്റെ ബാക്കി ഞാൻ പറയാം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഞാൻ ഓപ്പണായിട്ട് അങ്ങ് പറയാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ നമ്മുടെ സുനിൽ മത്തായിയുടെ യൂട്യൂബ് ചാനലിനകത്തിൽ ഇന്നലെ ഒരു വീഡിയോ വന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഒരു ട്രേഡറെ ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു പോഡ്കാസ്റ്റ് ഇന്നലെ അതിൽ ഞാൻ കാണാനിടയായി. ഓക്കെ, അപ്പോൾ അതിനകത്തിൽ ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ നമുക്കറിയാമായിരുന്നെങ്കിലും ഇന്നലെ അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂ കേട്ട് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടറടിച്ചു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് ശരിക്കും നിങ്ങൾ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? കാശുള്ളവൻ രാജാവ്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇത് ധാരാളം പൈസ ആണെന്നുള്ള കാര്യം അറിയാവുന്നതാണ്. പക്ഷേങ്കിൽ അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം നമ്മളെപ്പോലുള്ള റീറ്റെയിലേഴ്സ് പറയുമ്പോൾ നമ്മളെപ്പോലെ 5,000, 10,000, 25,000, 1 ലക്ഷം രൂപ വെച്ച് ട്രേഡ് ചെയ്യുന്നവർ വെറും, ഞാൻ എൻ്റെ ഭാഷയാണ് ഈയാമ്പാറ്റകൾ എന്ന് എപ്പോഴും പറയാറുണ്ട്, പക്ഷേങ്കിൽ അത് തികച്ചും അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്നുള്ളതാണ് ഇന്നലെ ഞാൻ ആ വീഡിയോ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായത്. അതായത് നമ്മുടെ മാർക്കറ്റിനെ കൊണ്ടുപോകുന്നത് ന്യൂസുകളാണ് നമ്മുടെ മാർക്കറ്റുകൾ. അതായത് ന്യൂസുകൾ നേരത്തെ എവിടുന്നെങ്കിലും കമ്പനികളുടെ നിന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്നോ ന്യൂസുകൾ ചോർത്തിയെടുത്തിട്ട് അതിനനുസരിച്ച് പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് അവസാനം റീറ്റെയിലേഴ്സിൻ്റെ തലയ്ക്ക് കെട്ടിവെക്കുക എന്നുള്ളതാണ് അദ്ദേഹം സംസാരിച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളറിയുന്നതിന് മുന്നേ ന്യൂസുകൾ അവരറിയുന്നു, അതിനുശേഷം അതിനനുസരിച്ച് പൊസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് നമ്മൾ അറിഞ്ഞ് വരുമ്പോഴത്തേക്കും, നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും ആ മാർക്കറ്റ് ഒരു വഴിക്ക് എത്തിയിരിക്കും. നമ്മൾ അവിടെ ആയിരിക്കും പോയി എൻ്റർ ചെയ്യുന്നത്. ഇവിടുന്ന് 2, 3, 5 മിനിറ്റൂടെ മാർക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകും. അതിനുശേഷം പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അവർ പോക്കറ്റ് അടച്ച പൈസയും കൊണ്ടുപോകും. നമ്മൾ താടിക്ക് കൈയും കൊടുത്ത് അല്ലെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്ത് തിരിച്ചു പോകും. ഇതാണ് അത് സംഭവിക്കുന്നത്. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയോളൂ. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ന്യായത്തിൻ്റെ പ്രസക്തി. ഞാൻ വീണ്ടും പറയാം. എനിക്കറിയാം, സത്യം പറയാൻ നാണക്കേടുണ്ട്. പക്ഷേ ഈ നാണക്കേടുണ്ടല്ലോ, എനിക്ക് നാണക്കേടായാലും നോ പ്രോബ്ലം. ഞാനിങ്ങനെ പറയുന്നതിന് നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും നിങ്ങൾ ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. ഇന്നലെ നമ്മുടെ സീനിയേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ആ വീഡിയോ ഇട്ട് കൊടുത്തായിരുന്നു. അത് കേൾക്കാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞ് പലരും ഞങ്ങൾ കണ്ടു, ശരിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ നിങ്ങളോട് ഞാൻ ഇന്നത്തെ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലോസ് വന്നവർക്ക് പറ്റിയ കാര്യം, നിങ്ങൾ വീണ്ടും മാർക്കറ്റ് വീഴും എന്ന് താഴോട്ട് പ്രതീക്ഷിച്ചിരുന്നു. അത് മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ചെയ്തു, നിങ്ങൾക്ക് കിട്ടിയ കാശൂടെ പോയി. ഇന്ന് ചൊവ്വാഴ്ചയാണ്, DK തുടങ്ങുന്ന ദിവസമാണ്. നിങ്ങളുടെ പ്രീമിയം പിന്നെ DK വന്നാൽ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് ഇല്ലാതെ വരുന്നു. അതേസമയം 5, 10, 15 പോയിൻറ്റുകൾ ബുക്ക് 15, 20 പോയിൻറ്റ് ബുക്ക് ചെയ്യാൻ ധാരാളം അവസരം ഉണ്ടായിരുന്നു. 10, 15 പോയിൻറ്റ് ബുക്ക് ചെയ്യാൻ എത്രയോ അവസരങ്ങൾ നമ്മൾ കൃത്യമായി നമ്മുടെ ലെവലുകളും വരച്ച വരകളും ഒക്കെ കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തില്ല. ഇതാണെന്ന് നിങ്ങൾ നോക്കിക്കേ. രാവിലെ മാർക്കറ്റ് വലിയൊരു രീതിയിൽ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തതിൽ ഒരു രക്ഷയില്ല. ഓപ്പൺ ചെയ്ത ഗ്യാപ്പ് അപ്പ് മുഴുവൻ വാനിഷായി പോകുന്ന രീതിയിലായിരുന്നു മാർക്കറ്റ് നേരെ തിരിച്ച് താഴെ വന്നില്ലേ. തിരിച്ച് താഴെ വന്ന് നമ്മുടെ നോക്കിക്കേ, ഇവിടെ നിങ്ങൾ നോക്കുക, പ്രൈസ് ആക്ഷൻ സീരീസ് പഠിച്ചവരും റിജക്ഷൻ ക്യാൻഡിൽ പഠിച്ചവർക്കും സുഖമായിട്ട് ഇതാ നോക്കിക്കേ. മാർക്കറ്റ് ഇവിടം വരെ പോയി. ഈ പറയുന്ന ഈ ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലായിരുന്നു അല്ലേ. റെഡ് ക്യാൻഡിൽ ഇവിടം വരെ വന്ന് റെഡ് ക്യാൻഡിലായിരുന്നത്. റെഡ് ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ഇവിടുന്ന് റിജക്ഷൻ വന്നു, മാർക്കറ്റ് മുകളിൽ പോയി, അവസാനം ഇതൊരു ഗ്രീനായിട്ട് ഫോം ചെയ്തു അല്ലേ. അപ്പോൾ ഇതൊരു സൂപ്പർ റിജക്ഷനാണ്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ അവർക്ക് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ
സാഹചര്യം ഉണ്ടായിരുന്നു ഇല്ലേ. അപ്പം പിന്നെ അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് വേണേൽ തിരിച്ചു വന്നു. തിരിച്ച് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ചു. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ക്യാൻഡിലെങ്ങാനും ട്രേഡ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ട്രേഡ് ഇവിടെ കിട്ടി. 10 പോയിൻറ്റ് 15 പോയിൻറ്റേ ഉള്ളൂ. അതിനുശേഷം ഇതാ ഇവിടുന്ന് വീണ്ടും കൃത്യമായിട്ട് റിജക്ഷൻ ക്യാൻഡിലൂടെ വന്നു ഇല്ലേ. എല്ലാ റിജക്ഷൻ ക്യാൻഡിലും വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷെങ്കിൽ റെസിസ്റ്റൻസിലോ സപ്പോർട്ടിലോ വെച്ച് ഒരു റിജക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ റിജക്ഷൻ ക്യാൻഡിൽ വർക്ക് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, ഏതെങ്കിലും സമയത്ത് റെസിസ്റ്റൻസിൽ വെച്ചോ നമ്മൾ വരച്ചിരിക്കുന്ന സപ്പോർട്ടുകളിൽ വെച്ചോ റെസിസ്റ്റൻസിൽ വെച്ചോ റിജക്ഷൻ ഉണ്ടായാൽ അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇടയ്ക്കിട്ട് എവിടെയെങ്കിലും റിജക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ എവിടെയെങ്കിലും സപ്പോർട്ടിലോ റെസിസ്റ്റൻസിലോ റിജക്ഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഇവിടെ നോക്കി ഈ സപ്പോർട്ടിൽ റിജക്ഷൻ ഉണ്ടായി, അത് വർക്ക് ചെയ്തു ഇല്ലേ. പിന്നെ നേരെ തിരിച്ച് മാർക്കറ്റ് തിരിച്ച് ആയിട്ട് വന്നു. ഇവിടെ നോക്കിക്ക് ഒരു റിജക്ഷൻ ഉണ്ടായി ഇല്ലേ. അത് ഇവിടെ ഒരു കറക്റ്റ് ഒരു സപ്പോർട്ടാണ്. അവിടുന്ന് മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കി ന്യായമായിട്ടുള്ളത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പോയാൽ എൻ്റെ പൊന്നു സഹോദരങ്ങളെ നിങ്ങൾക്ക് നിലനിന്ന് പോവാം. ഇല്ലെങ്കിൽ ഇവരുടെ കൂടെ ഒന്നും നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളിനി എന്തോ സ്ട്രാറ്റജി പഠിച്ചാലും നിങ്ങൾ അതിനകത്ത് കുറേ സ്ട്രാറ്റജിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരവരുടെ കാര്യം, അതൊന്നും ഞാനത് ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ആകെ ഇത്ര പൈസയേ ഉള്ളൂ ഇല്ലേ. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൃത്യമായി ന്യായം പാലിക്കുക, ക്യാൻഡിലുകളുടെ പ്രൈസ് ആക്ഷൻ പഠിക്കുക. അതിനകത്ത് ഇപ്പോൾ നമുക്ക് 2-3 ക്യാൻഡിൽ മുന്നോട്ട് പോകുന്നതിന് പ്രൈസ് ആക്ഷൻ്റെ കാര്യമുള്ളൂ, അല്ല വേറെ പിന്നെ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ വളരെ കൂളായിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് ആർക്കും വളരെ വിമർശിക്കുക, ഒരു പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഈ ന്യായം പാലിക്കാനും 10-15 പോയിൻ്റ് എടുത്ത് ഇറങ്ങാനും കൺസിസ്റ്റൻ്റായിട്ട് ദിവസവും നിങ്ങൾ ഇവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാനും നിങ്ങൾ തിരിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നിങ്ങൾ ഈ മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ട്രയൽ ചെയ്ത് മാക്സിമം ഇന്ന് 100-200 പോയിൻ്റ് മാക്സിമം ഞാൻ പിടിക്കും എന്നുള്ള വാശിയോടുകൂടെ മാർക്കറ്റിന് പുറകെ പോയാൽ മാർക്കറ്റിന് ഒന്നും സംഭവിക്കാനില്ല, നിങ്ങളുടെ പോക്കറ്റ് കാലിയായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് നിങ്ങൾ പുറകെ പോകാതെ ട്രയൽ ചെയ്യേണ്ടത് പറഞ്ഞു. നിങ്ങൾ ബൈ പ്രൈസ് ഇട്ടിട്ട് ട്രൈ ചെയ്തോ. നിങ്ങൾക്ക് ന്യായമായ പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ട്രയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ടാർഗറ്റിൻ്റെ അവിടെ നിങ്ങൾ പ്രൈസ് ഇട്ടിട്ട് SL ഇട്ടിട്ട് നിങ്ങൾ ട്രയൽ ചെയ്തു. ഇല്ല അത്രയ്ക്ക് കുറച്ചുകൂടി റിസ്ക് എടുക്കാൻ നേരമാണ് നിങ്ങളുടെ ബൈ പ്രൈസിനോട് റിസൾട്ട് നിങ്ങൾ ട്രൈ ചെയ്തു. അപ്പോൾ പിന്നെ പോയാൽ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല, ബ്രോക്കർ കാശ് മാത്രം കൊടുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അലോസരം തോന്നും. പക്ഷേങ്കിൽ ഞാൻ ഇന്നലെ അത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് കുറച്ചുകൂടി അതങ്ങ് ഷോക്കിംഗ് ആയി, മനസ്സിലായില്ലേ. അപ്പം മാർക്കറ്റിനെ നയിക്കുന്നത് ന്യൂസുകളാണ്, ഇതുപോലുള്ള അണ്ടർഗ്രൗണ്ടിൽ കൂടി കിട്ടുന്ന ന്യൂസുകളാണ്. ആ ന്യൂസുകൾ വെച്ചിട്ടാണ് കോടികൾ ഓരോ ബ്രോക്കർമാരും ബ്രോക്കറുടെ ഡെസ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസും മറിച്ചിട്ടാണ് നമ്മളെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യിക്കുന്നത്. അപ്പം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃത്യമായി മാനിപ്പുലേഷൻ്റെ ഒരു മാർക്കറ്റാണ്. എങ്ങനെ വേണമെങ്കിലും മാർക്കറ്റിനെ പൈസ ഉള്ളവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മൾ പെട്ടുപോകരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ചിലപ്പം 5-10 മിനിറ്റ് നമുക്ക് അവസരം കിട്ടും. ആ അവസരത്തിനകത്ത് നമുക്ക് എന്ത് കിട്ടുന്നോ അതും കൊണ്ട് നമ്മൾ വീട്ടിൽ പോവുക. അങ്ങനെ മാത്രമേ നിങ്ങൾ ഇതിനെ കാണാവൂ. അല്ലാതെ വലിയ രീതിയിൽ അങ്ങനെയുള്ളവരുണ്ട്, പക്ഷേ അവർക്ക് കോടികൾ വേണം. ലക്ഷം കോടികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ കളികളൊക്കെ കളിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ 10,000, 20,000, 25,000, 50,000, 1 ലക്ഷം വെച്ച് കളിക്കുന്നവർക്കൊന്നും നമുക്ക് അവരോടൊന്നും നേടാൻ പറ്റത്തില്ല. ഒറ്റയടിക്ക് ഒരു ക്യാൻഡിൽ 100 പോയിൻറ്റിൻ്റെ ഒരു ക്യാൻഡിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ആവിയായി പോകത്തേ ഉള്ളൂ, മനസ്സിലായില്ലേ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനൊന്നും ആരും ഈ മാർക്കറ്റിൽ പറഞ്ഞു തരത്തുമില്ല, ഞാൻ പറഞ്ഞു തരുന്നത് കണ്ടിട്ടുമില്ല. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ അനുഭവ പരിചയത്തിൽ നിന്നും എൻ്റെ അനുഭവത്തിൽ നിന്നും കേട്ട അറിവിൽ നിന്നും വെച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് നിങ്ങൾ ഇങ്ങനെ ന്യായം അങ്ങനെ ധാരാളം ആൾക്കാരുണ്ട്, എത്രയോ പേര് സ്ക്രീൻഷോട്ട് അയച്ചു, ധാരാളം ആൾക്കാരുണ്ട്, നമ്മളെപ്പോഴും കണ്ടാലും അറിയാം. അങ്ങനെ ന്യായം പാലിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെ നിങ്ങൾ നിലനിന്ന് പോവുകയാണെങ്കിൽ നിങ്ങൾ നിലനിന്ന് പോവാം, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നല്ലേ നാളെ ഇവിടുന്ന് ഔട്ടായി പോകത്തേ ഉള്ളൂ വലിയ കളികൾക്ക് നിന്ന്. അതുകൊണ്ട് ചെറിയ കളികൾക്ക് നിൽക്കുക. ചെറിയ കളികൾ പല പ്രാവശ്യമായിട്ട് എടുത്ത് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് വീട്ടിൽ പോകാൻ ശ്രമിക്കുക. എത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ, വേറെ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ദൈവത്തെ ഓർത്ത് മാർക്കറ്റ് ടൈമിൽ എനിക്ക് മെസ്സേജ് അയച്ച് ഡൗട്ടുകളൊക്കെ ചോദിച്ചോ, എനിക്ക് പറ്റുന്ന സ്ഥലത്തിൽ ഞാൻ പറഞ്ഞുതരാം. പക്ഷേങ്കിൽ സാറെ കയറുമോ, ഇവിടുന്ന് P എടുക്കട്ടെ, ഇവിടുന്ന് C എടുക്കട്ടെ, ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോവോ, ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് പോവോ, ഇതെന്താ ഇങ്ങനെ, അതിനിടയിൽ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് ഇട്ടപ്പോൾ സാറേ ഇതൊന്ന് പറഞ്ഞു തരാമോ, ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സംശയം ഉള്ളപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ പോയി സ്പെഷ്യൽ വീഡിയോയിൽ പോയി നോക്കുക. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക, ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചു തരാം. പക്ഷേ ഈ മാർക്കറ്റിൻ്റെ ഇടയിൽ ഞാൻ C എടുക്കട്ടെ, P എടുക്കട്ടെ, ഇവിടുന്ന് പൊട്ടുവോ, ഇവിടുന്ന് മേലോട്ട് പോവോ, എവിടം വരെ പോകും, ഇവിടം വരെ മതിയോ, ഇവിടുന്ന് താഴോട്ട് വീഴുമോ, ഇതിങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കണ്ട. ഞാൻ അതിന് റിപ്ലൈ ചെയ്യത്തില്ല. ഞാൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നത് അതെൻ്റെ ഒരു ബലഹീനതയായിട്ട് നിങ്ങൾ കാണരുത്.
അതുകൊണ്ട് അത്രയും ഭാഗം പറഞ്ഞുകൊണ്ടും അതും അവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ മാർക്കറ്റിലോട്ട് വരാം നമുക്ക്. മാർക്കറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് അവസരം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് എടുത്ത പ്രോഫിറ്റ് ഞാൻ കണ്ടു. ഓക്കെ, PL കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, വെരി ഗുഡ്. അപ്പം നമുക്ക് ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോകാം? ഇതിപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് പേര് വന്ന് സാറ് ബോക്സ് പാറ്റേൺ. ഓക്കെ, ബോക്സ് പാറ്റേൺ ആണെങ്കിൽ ബോക്സ് പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്കതിനെ വിശകലനം ചെയ്യാൻ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം മാർക്കറ്റ് ഇനി നമുക്ക് നാളെ ഇപ്പോൾ വരകളൊന്നും മാറ്റാൻ പറ്റത്തില്ല. നമുക്ക് ഡേ ക്യാൻഡിലോട്ടൊന്ന് മാറ്റി നോക്കാം. ഒന്ന് രണ്ട് കാര്യം പറയാനുണ്ട് അവിടെ. നമ്മൾ ഡേ ക്യാൻഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാണ് ഡേ ക്യാൻഡിൽ. ഓക്കെ, ഡേ ക്യാൻഡിൽ ഇവിടെ എന്താ കാണുന്നത്? ഇവിടെ കാണുന്നത് ഇതാ നോക്കിക്കേ, ഇന്നലത്തേക്കാളും വലിയൊരു ബെയറിഷ് ക്യാൻഡിൽ ഇവിടെ ഉണ്ടായി. ഓക്കെ, മാർക്കറ്റ് താഴോട്ട് വരെ വന്നെങ്കിലും അവിടുന്ന് റിജക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഇന്നലെ എവിടെയാണ് ക്ലോസ് ചെയ്ത് ആ ഏരിയയിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ എന്താണ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാളെ വീണ്ടും ഈ പറയുന്ന ഞാൻ പറഞ്ഞു ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ, ഈ ലൈനിൻ്റെ മുകളിൽ ക്ലോസ് 25,114 മുകളിൽ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ നമുക്ക് വേറെ മേലോട്ടൊരു ബുള്ളിഷ് സെറ്റപ്പ് ഇല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ വീണ്ടും മാർക്കറ്റ് ഈ 2 ദിവസവും അതേ രീതിയിൽ എവിടെയാണ് ക്ലോസ് ചെയ്ത് അവിടെ തന്നെയാണ്, എവിടെയാണ് ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ വന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി നാളെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പം നാളെ ഇനിയും ഇതിന് താഴെ ക്ലോസിങ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ വിക്ക് ഉണ്ടല്ലോ, ഈ രണ്ടിൽ നിന്ന് വീണ ഡേ ക്യാൻഡിലെ വിക്ക്, ഈ വിക്കും ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വലിയ കളികൾ താഴോട്ട് കാണേണ്ടി വരും. അല്ലെങ്കിൽ ഈ 25-30 ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 25-30 ഓർത്തിരുന്നാൽ മതി. 25-30 അല്ലെങ്കിൽ ഈ വലിയ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ടോപ്പ്, ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫർദർ ഫോള് കാണാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരു വലിയ സെറ്റപ്പ് ഉണ്ടായതിന് ശേഷം സാധാരണഗതിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പിന്നെ ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടാകാറുള്ളത്. ഞാൻ വീക്കിലാൻസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയി കേട്ട് നോക്കിയാൽ മതി. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ഇതിങ്ങനെ തന്നെ നിൽക്കുന്നു, ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ് നിൽക്കുന്നു. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചറിലോട്ടൊന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഫ്യൂച്ചറിലോട്ടൊന്ന് പോയി കണ്ടു നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഫ്യൂച്ചറിനകത്തൊരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ് കണ്ടോ. ഈ ഫ്യൂച്ചറിനകത്തിൽ ഒരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ് കണ്ടത്. ഈ ബെയറിഷ് എൻഗൾഫിംഗ് നാളെ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, നിങ്ങൾക്കൊരു ടാസ്ക്കാണ്, ഇതൊരു പരീക്ഷണമാണ്. ഓക്കെ, നിങ്ങൾക്കൊരു ടാസ്ക് തരുവാണ്. നമുക്ക് നാളെ നോക്കാം ഇത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന്. ഇവിടെ നമുക്ക് ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഈ പോയിന്റ് ബ്രേക്ക് ചെയ്ത് ഇത് താഴെ പോകണം. ഈ എൻഗൾഫിങ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്യൂച്ചറിൻ്റെ ഈ ചാർട്ടിൻ്റെ ഈ ഗ്രീൻ ക്യാൻഡിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് താഴെ പോയി ക്ലോസിങ് കിട്ടും. അങ്ങനെ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ താഴോട്ട് മാർക്കറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. ജസ്റ്റ് ഇത് കണ്ട കാര്യം ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പോട്ട് ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും വരയ്ക്കാനൊന്നുമില്ല. എല്ലാ വരയും കൃത്യമാണ്. വരയെല്ലാം അവിടെ കിടപ്പണം. നമ്മൾ വെറുതെ ചുമ്മാ ആവശ്യമില്ലാതെ അങ്ങോട്ട് കൊണ്ട് വരച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ വര തന്നെ ഉള്ളൂ, വേറെ ഒരു വരയില്ല. മാർക്കറ്റ് എങ്ങോട്ട് ഓപ്പൺ ചെയ്ത്, ഇപ്പോൾ മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇന്നലെ ഒരാൾ പറഞ്ഞു, സാർ ആ വരയൂടെ ഒന്ന് കളർ മാറ്റിയിരുന്നു. കേട്ടോ, നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ വരയുടെ കളർ നിങ്ങളങ്ങ് മാറ്റിക്കോ, പ്രശ്നമില്ലല്ലോ. അതും കൂടെ ഞാൻ വരച്ച് നിങ്ങളെ കൈ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, എനിവേ അതും ഞാൻ വരച്ചിട്ട് ഇപ്പം റേഞ്ച് മനസ്സിലായല്ലോ. അപ്പം പിന്നെ പണി എളുപ്പമായല്ലോ ഇല്ലേ, നോക്കിയാൽ മാത്രം മതിയല്ലേ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ചെയ്തു, അതിനുശേഷം എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക. ഇങ്ങോട്ടെങ്കിൽ ഇങ്ങോട്ട്, നാളെ താഴോട്ടെങ്കിൽ താഴോട്ടോ. ഗ്യാപ്പ് അപ്പ് ആണോ എന്നറിയത്തില്ല. ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ എന്തിനു വേണ്ടിയാണോ ഈ ഗ്യാപ്പ് അപ്പ് എന്ന് ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിവേ എന്തായാലും നോക്കി വെക്കുക, മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു, ട്രെൻഡിനകത്ത് പോവുക, അത്ര മാത്രമേ ഉള്ളൂ. നാളെ DK വളരെ കൂടുതലുള്ള ദിവസമായിരിക്കും. US മാർക്കറ്റും കൂടെ നോക്കുക. US മാർക്കറ്റ് ഇപ്പം ഫ്ലാറ്റ് രീതിയിലാണ് മാർക്കറ്റ് പോകുന്നത്. ഓപ്പൺ ചെയ്തു വെരി ഫ്ലാറ്റാണ്. ഓക്കെ, ഒരു ന്യൂട്രൽ സ്റ്റേജിലാണ് ഇപ്പം പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇന്ന് US മാർക്കറ്റ് എങ്ങനെയാണ് പ്രതികരിച്ചത് ആ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും നാളെ നമ്മുടെ മാർക്കറ്റും പ്രതികരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി എന്താ നോക്കാനുള്ളത്? ബാങ്ക് നിഫ്റ്റിയോടെ നോക്കിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഈ പറഞ്ഞ പോലെ തന്നെ കൺസോൾട്ടേഷൻ സ്റ്റേജിലായിരുന്നു. പക്ഷെങ്കിൽ നിഫ്റ്റിയേക്കാളും കുറച്ചുകൂടെ ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിക്കുള്ളത്. അപ്പോൾ നമ്മൾ ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു നല്ല ബെയറിഷാണ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നല്ലൊരു ബെയറിഷാണ്. ഓക്കെ, അപ്പം ഈ പറയുന്ന ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ വലിയ ക്യാൻഡിലിൻ്റെ വിക്ക് കട്ട് ചെയ്ത് താഴെയാണിത് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇതൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത വരവ് 56,485 താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് വരുവാണെന്നുണ്ടെങ്കിൽ 56,131 നമ്മൾ കാണേണ്ടി വരും. ഓക്കെ, നാളെ നോക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ട്രേഡ് ചെയ്യുന്നവർ, ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ ICICI ബാങ്ക് നിഫ്റ്റി, ICICI HDFC നിങ്ങൾ നോക്കി വേണം ട്രേഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു.
പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. നോക്കിക്കേ, ഇന്നലെ പറഞ്ഞ ആ ലൈൻ കട്ട് ചെയ്ത് താഴെ ക്ലോസ് ചെയ്തു. ഇതും പറഞ്ഞ HDFC ബാങ്കിൽ ഒരു ബെയറിഷ് സെറ്റപ്പാണ്, ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതിവിടെ നോക്കിക്കേ, ഒരു പ്രീവിയസ് ടൈം ഇതുപോലെ തന്നെ മാർക്കറ്റ് മുകളോട്ട് പോയിട്ട് നേരെ തിരിച്ച് തലയും കുത്തി താഴോട്ട് വന്ന അവസരമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇനി വീണ്ടും ഒരു റെഡ് ക്യാൻഡിലൂടെ ഒരു പക്ഷെങ്കിൽ ഇവിടെ വീഴാനുള്ളൊരു സാധ്യത ഉണ്ട് ഡേ വൈസിൽ. ഓക്കെ, ഒരു 3 ബ്ലാക്ക് ക്രോ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊന്നും പറഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ പറയാനും പോകണ്ട. എന്ന് പറഞ്ഞ പോലെ ഒരു മൂന്നാമതൊരു ക്യാൻഡിലൂടെ ഇവിടെ വീഴാനുള്ളൊരു സാധ്യത ഇല്ലാതില്ല. ഇനി നമുക്ക് നാളെ നോക്കാം. എന്തായാലും 24 മണിക്കൂർ കഴിയുമ്പം കറക്റ്റ് കാര്യം നമുക്കറിയാമല്ലോ. അപ്പം ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിലാണ് നിലവിൽ ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത്. അതിൻ്റെ കാരണം HDFCയും ICICI ആണ്. HDFCയിലും അതിനിങ്ങനെ ന്യൂസ് മൊമെൻറ്റം ഉണ്ട്, ICICIയിലും ഇങ്ങനെ ഫ്രോഡ് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഫ്രോഡ്ലെസ് കാണിച്ച് പിന്നെ പൈസ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടെന്നൊക്കെ പറഞ്ഞൊരു എന്തോ ഒരു സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് വലിയൊരു ആരോപണമാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ മാർക്കറ്റിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ കോട്ടക് ബാങ്ക് മേലോട്ട് പോയെങ്കിലും നേരെ തിരിച്ച് താഴോട്ട് തന്നെ വന്നു. ഓക്കെ, അപ്പം അതുപോലെ SBIയും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത് ഇൻഫിയും TCSും കൂടാണ് നിഫ്റ്റിയെ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ടാണ് നിഫ്റ്റി അത്ര വലിയ ബെയറിഷ് ഇല്ലാതെ സീറോയിൽ ന്യൂട്രലിൽ ക്ലോസ് ചെയ്തത്. പക്ഷേങ്കിൽ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത് 210 പോയിൻറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതിൻ്റെ കാരണം ഈ HDFCയും ഈ ICICI ആണ്. അപ്പം നാളെ ഈ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആ രണ്ട് ബാങ്കിലും തുടരുവാണെന്നുണ്ടെങ്കിൽ താഴോട്ട് തന്നെ വരും. ICICIയോട് വേണമെന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ICICI കണ്ടോ, ICICI പറഞ്ഞ രണ്ടാമത്തെ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇതും പൊട്ടി താഴോട്ട് നിൽക്കുക, സപ്പോർട്ട് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെങ്കിൽ നേരെ തിരിച്ച് താഴോട്ട് വരും. അങ്ങനെയാണ് 1300 എടുത്തിട്ടൊക്കെ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ കാണേണ്ടി വരുമായിരിക്കാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്നവർ HDFCയും ICICIയും കൃത്യമായിട്ട് നോക്കുക. ഇവിടെ ഇൻട്രാഡേയിലൊന്നും പറയാനൊന്നുമില്ല. ഇൻട്രാഡേയിൽ നിങ്ങൾ യുക്തം പോലെ ചെയ്യുക. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, 5 മിനിറ്റ് നോക്കാം. ഇതാണ് സെറ്റപ്പ്. ഓക്കെ, ഇതിനകത്ത് നിൽക്കുകയാണ് മാർക്കറ്റ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് നോക്കാം. 56,485 അതാണ് അതിൻ്റെ ഒരു ലൈൻ. ഓക്കെ, ബാക്കിയെല്ലാം ഏകദേശം അതുപോലൊക്കെ തന്നെ. ഇനിയും നമുക്ക് നമ്മുടെ മിഡ് ക്യാപ്പിനെ നോക്കാം. മിഡ് ക്യാപ്പ് വളരെ സ്ട്രോങ് ആണ്. അണ്ണൻ ഒരു കാരണവശാലും താഴെ പോകത്തില്ല എന്നുള്ള രീതിയിലാണ്. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കണ്ടോ, അണ്ണൻ മേലോട്ട് പോയെങ്കിലും ഇന്നലത്തെ ക്ലോസിങ്ങിന് മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഉണ്ടോ, ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ മുകളിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷേങ്കിൽ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ വിക്കിന് താഴെയാണ് ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഇന്നലത്തെ ക്ലോസിങ്ങിൻ്റെ മുകളിലാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ വിക്കിന് താഴെയാണ് ഇന്നത്തെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. ഞാൻ പറഞ്ഞ് മനസ്സിലായ, ഒന്നുകൂടെ പറയാം. ഇന്നലത്തെ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് എവിടെയാണ്? ഇവിടെയാണ് ക്ലോസിങ്. ഏകദേശം 13,300 കൂട്ടിക്കും. 300-ന് മുകളിലാണ് ഇന്ന് ക്ലോസ് ചെയ്തേക്കുന്നത്. എത്ര? 13,312 ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷെങ്കിൽ അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വിക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 13,318 പക്ഷേ ക്ലോസ് ചെയ്തേക്കുന്നത് 318 താഴെ 300, 310 ആ റേഞ്ചിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതും ഒരു ചെറിയ നെഗറ്റീവാണ്. എങ്കിലും ഈ ക്ലോസിങ് ഈ ഗ്രീൻ ബോഡിയുടെ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്കൊരു ബെയറിഷ് സെറ്റപ്പ് കാണാം. പക്ഷേ സ്ട്രോങ് ആണ് ഇവൻ വളരെ സ്ട്രോങ് ആണ്. മറ്റൊരു 2 മിനിറ്റും പിടിച്ചു നിന്നു. അപ്പം ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് 13,230 എത്തുന്നുണ്ടോ ഇല്ലയോ നോക്കുക. ഓക്കെ, അതിന് ശേഷം ബാക്കി ഭാഗം നമുക്ക് അന്നേരപ്പം ശേഷം ചിന്തയിൽ എന്ന് പറഞ്ഞ പോലെ അന്നേരപ്പം നമുക്ക് നോക്കാം. അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് നാളത്തെ മാർക്കറ്റിനെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വലിയ കളികൾക്ക് മുതിരാതിരിക്കുക. ട്രെയിലിംഗ് പരിപാടിയൊക്കെ കുറയ്ക്കുക. കിട്ടിയതും കൊണ്ട് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിന്ന് പിഴച്ച് പോവാം. ഓക്കെ, നിങ്ങളുടെ പോർട്ട്ഫോളിയോ പച്ച കത്തിക്കുക. ചിലപ്പം വല്ലപ്പോഴും അങ്ങനെയൊക്കെ ഒരു പ്രാവശ്യം ഹോൾഡ് ചെയ്ത് കിട്ടിയിരിക്കും. പക്ഷേ എല്ലായ്പ്പോഴും നിങ്ങൾ തമ്മിൽ കൂട്ടിക്കിഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നഷ്ടത്തിൻ്റെ പട്ടിക തന്നെ ആയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളോട് പറയാനുള്ളത്, ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ അതുകൊണ്ട് വീട്ടിൽ പോകാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മുഷിച്ചിലായി എന്നെനിക്കറിയാം. എങ്കിലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് എന്ന് കരുതി അങ്ങനെ നിങ്ങളത് ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയിൽ എടുക്കുക. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു.